ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ചോദിച്ച ഡൗട്ടിനുള്ള റിപ്ലൈ ആണ് കേട്ടോ. കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക. എല്ലാ എയർലൈനും ഇപ്പോൾ ഡിഗ്രി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏവിയേഷൻ കോഴ്സ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കൊരു ബേസ് നോളജ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 1 ഇയർ കോഴ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഒരു എയർലൈനും ഏവിയേഷൻ കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നില്ല. ഗ്രൗണ്ട് സ്റ്റാഫിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കസ്റ്റമർ സർവീസ് ഏജൻറ്റ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു നെയിം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കസ്റ്റമർ അല്ലെങ്കിൽ പാസഞ്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണിത്. ടിക്കറ്റിംഗ്, അതുപോലെ തന്നെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്, ബോർഡിംഗ് ഗേറ്റ്, സർവൈലൻസ്, അതുപോലെ അറൈവൽ ഡ്യൂട്ടി, ഇതൊക്കെയാണ് കസ്റ്റമർ സർവീസ് ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ജോബിൽ വരുന്ന കാര്യങ്ങൾ. ഇതിനകത്തുള്ള ട്രെയിനിങ് വരുന്നത് ഒരു 1 മന്ത് സിസ്റ്റം ട്രെയിനിങ് ഉണ്ടാവും, DG ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടാവും, റാം സേഫ്റ്റി ട്രെയിനിങ് ഉണ്ടാവും, ഇൻഡക്ഷൻ ഒരു ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും